الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ, അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും യത്നിക്കണമെന്നും ആഗ്രഹിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഓരോ വർഷവും മനുഷ്യ സമൂഹം വിവിധ തരം പ്രയാസങ്ങൾ നേരിടാറുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങൾ എന്നതിനപ്പുറം അതൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു വിളംബരം ചെയ്ത ചില നിമിത്തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്ന് കാലാവസ്ഥകളുടെ വമ്പിച്ച വ്യതിയാനം, അത്യുഷ്ണവും കഠിനമായ ചൂടും, മറുഭാഗത്ത് അതികഠിനമായ ശൈത്യം. ഒരു ഭാഗത്ത് മഴവെള്ളമായിരിക്കും, മഴ കോരിച്ചൊരിയുന്ന മഴയാകാം. ഭൂമിയിൽ തന്നെ വേറെ ചില സ്ഥലങ്ങളിൽ കഠിനമായ ചൂടാവും. മറ്റൊന്ന് വലിയ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ മനുഷ്യരാശി നേരിടുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ്. അത് മനുഷ്യർ കണ്ണു തുറക്കുന്നതിനും വീണ്ടും വിചാരമുണ്ടാകുന്നതിനും അവരിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതാണ് ഖുർആൻ അഭിലഷിക്കുന്നത്. അതിൻ്റെ പരിഹാരം അത് മാത്രമേ ഉള്ളൂ. ഭൂമി അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതിന് അള്ളാഹു വ്യവസ്ഥാപിതമായി സ്ഥാപിച്ച ചില കാര്യങ്ങൾ അള്ളാഹു എടുത്തുദ്ധരിക്കുന്നു. വജഅൽനാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിഹിം വജഅൽനാ ഫീഹാ സുബുലൻ ലഅല്ലഹും യഹ്തദൂൻ. സൂറ അംബിയ. അപ്പോൾ അവിടെ അള്ളാഹു പറഞ്ഞത്, ഭൂമിയിൽ നാം റവാസികളെ സ്ഥാപിച്ചിരിക്കുന്നു.
പർവ്വതങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ആ ജനങ്ങൾക്ക് ഭൂതലത്തിൽ ജീവിക്കുന്നതിന് തടസ്സമാകാതിരിക്കത്തക്ക വിധം പർവ്വതങ്ങളെ കൊണ്ട് ഭൂമിയെ ഉറപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് വജഅൽനാ ഫീഹാ സുബുലൻ, വിശാലമായ ഒരുപാട് വഴികൾ അള്ളാഹു ഭൂമിയിൽ സ്ഥാപിച്ചു. ലഅല്ലഹും യഹ്തദൂൻ, അവർ നേർമാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി, വഴികൾ കണ്ടെത്തുന്നതിന് വേണ്ടി. സൂറത്ത് നബയിൽ നമ്മൾ കേൾക്കുന്ന രണ്ട് ചെറിയ വചനങ്ങൾ, അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ, ഭൂമിയെ നാം ഒരു വിരിപ്പാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തിന് ജീവിക്കാൻ പാകപ്പെട്ട ക്രമത്തിൽ ഭൂതലത്തെ സജ്ജീകരിച്ചിരിക്കുന്നു. വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ആണികളായി ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്ത് നഹ്ലിൽ കുറച്ചുകൂടി ഇത് ആവർത്തിക്കുകയാണ്. ഒരുപാട് ആയത്തുകളിൽ വന്ന ഒരു വിഷയമാണ് പരിമിതമായ ആയത്തിൽ നമ്മൾ ഒതുക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വ അൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും വ അൻഹാറൻ വ സുബുലൻ ലഅല്ലക്കും തഹ്തദൂൻ. ഇവിടെ അല്ലാഹു പർവ്വതങ്ങളെ ഇട്ട് കൊടുത്തിരിക്കുന്നു അഥവാ സ്ഥാപിച്ചിരിക്കുന്നു. അൻ തമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് ചലിക്കാതിരിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് ജീവിതത്തിന് തടസ്സമാകുന്ന ക്രമത്തിലുള്ള ഒരു ദ്രുതഗതിയിലുള്ള ചലനം ഭൂമിക്ക് സംഭവിക്കാതിരിക്കാനാണ്, ബാലൻസിന് വേണ്ടിയാണ് അള്ളാഹു ഈ പർവ്വതങ്ങളെ ഭൂമിയിൽ വിവിധ ഇടങ്ങളിൽ വിവിധ വലിപ്പത്തിൽ വിവിധ ആഴത്തിലും ഉയരത്തിലും വിവിധ ഘനത്തിലും പർവ്വതങ്ങളെ അള്ളാഹു വിന്യസിച്ചിരിക്കുന്നത്. വ അൻഹാറൻ, ധാരാളം നദികളും ഈ പർവ്വതങ്ങളിൽ നിന്നും ഭൂതലത്തിൽ സഞ്ചരിക്കുന്നു. വ സുബുലൻ, വിശാലമായ വഴികളും. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ വഴികൾ കണ്ടെത്തുന്നതിന് വേണ്ടി. ഇതാണ് സൂറത്ത് നഹ്ലിൽ അള്ളാഹു ഉണർത്തിയത്. ഖുർആനിലെ സൂറത്ത് നാസിയാത്തിൽ അത് മനുഷ്യരോട് നേരിട്ടുള്ള ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരം മനുഷ്യൻ കണ്ടെത്തുന്നതിന് വേണ്ടി ബാക്കി ഭാഗങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്ത ഒരു വചനമാണ്. അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ, നിങ്ങളാണോ അല്ലാഹുവിൻ്റെ സൃഷ്ട സമൂഹത്തിൽ ഏറ്റവും വലുത്? നിങ്ങളാണോ മനുഷ്യർ? ഏറ്റവും സങ്കീർണതകൾ നിറഞ്ഞതും ഏറ്റവും വലിപ്പമുള്ളതും ഏറ്റവും ഭീമാകാരവുമായ സൃഷ്ടി നിങ്ങളാണോ? അതല്ല ആകാശലോകങ്ങളോ? അവയെ നാം സൃഷ്ടിച്ചു. റഫഅ സംകഹ വഅഗ്തശ ലൈലഹ വഅഖ്റജ ളുഹാഹ. അങ്ങനെയാണ് സൂറത്തു നാസിയാത്തിൽ അള്ളാഹു വിവരിച്ചത്. ആകാശങ്ങൾക്ക് നാം ഒരു ക്രമമായ അകലം സൃഷ്ടിച്ചു. 7 ആകാശങ്ങൾ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള സ്പേസ്, അതിൻ്റെ വിസ്തീർണം, അത് വളരെ കൃത്യമായി മഹാപ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് അള്ളാഹു നിർണയിച്ച ഒരു നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് ആകാശലോകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. അതിൻ്റെ ആഴവും അതിൻ്റെ പരപ്പൊക്കെ അവൻ അങ്ങനെയാണ് സംവിധാനിച്ചത്. എന്നിട്ട് അതിനകത്ത് പ്രഭാതത്തെ, പകലിനെ ഉദിപ്പിച്ചു, രാത്രിയെ മൂടിക്കളഞ്ഞു എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഖുർആൻ ചോദിച്ചതാണ് വൽ അർള ബഅദ ദാലിക ദഹാഹ, എന്നിട്ട് ഭൂമിയെ നാം വിസ്തൃതപ്പെടുത്തി.
ആകാശങ്ങളും സൃഷ്ടലോകജാലങ്ങളിലെല്ലാം ഈ മാറ്റമുണ്ട്. അത് വിശുദ്ധ ഖുർആൻ വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ, സൂറത്ത് ദാരിയാത്ത്. അവിടെ ആകാശലോകങ്ങളെ അവൻ സൃഷ്ടിച്ചു. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ, നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച്. വഇന്നാ ലമൂസിഊൻ, നാം ആകാശലോകങ്ങളെ, പ്രപഞ്ചത്തെ വിസ്തൃതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലങ്ങൾ കഴിയും തോറും മനുഷ്യന്റെ ചിന്ത പകച്ചു പോകുമാറ് ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ അതിർത്തികൾ നിർണയിക്കാൻ കഴിയാത്തത്ര വിപുലമായി, വിശാലമായി മഹാപ്രപഞ്ചത്തെ അവൻ സന്നിധാനിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. വൽ അർള ബഅദ ദാലിക ദഹഹ, ഇത് കഴിഞ്ഞിട്ട് നാം ഈ ഭൂമിയെ വിശാലമാക്കി. അഖ്റജ മിൻഹാ മാഅഹാ വമർആഹ വൽ ജിബാല അർസാഹ മതാഅൻ ലക്കും വലിയന്നാമിക്കും. ഇതിൽ നിന്ന് അല്ലാഹു ഭൂമിയിൽ നിന്ന് ജലം ഉൽപ്പാദിപ്പിച്ചു, മേച്ചിൽ ഇടങ്ങളും സസ്യാദികളെയും ഉൽപ്പാദിപ്പിച്ചു. വൽ ജിബാല അർസാഹ, പർവ്വതങ്ങളെ അവൻ അയച്ചു. മത്താഅൻ ലക്കും വലിയന്നാമിക്കും, നിങ്ങളുടെ ഉപജീവനം ഭൂതലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ, നിങ്ങൾ വളർത്തുന്ന അല്ലെങ്കിൽ അല്ലാത്തതുമായ കാലികൾക്ക് ഭക്ഷ്യമാകുന്നതിന് വേണ്ടിയും ഈ ഭൂമിയിൽ ഇത്തരം വ്യവസ്ഥകളൊക്കെ അല്ലാഹു ചെയ്തിരിക്കുന്നു. ഈ വ്യവസ്ഥകളിൽ ഒരു മീസാനിലും അതിരുവിട്ട ജീവിതക്രമം പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്. ഏതിലും, ഭൂമിയിലായാലും ആകാശലോകങ്ങളിലാണെങ്കിലും നക്ഷത്ര മേഖലകളിലാണെങ്കിലും മനുഷ്യൻ പരിധി വിട്ട് അവയിലൊന്നും നിർവഹിച്ചുകൂടാ എന്ന് അള്ളാഹു താക്കീത് നൽകുന്നുണ്ട്. സൂറത്തു റഹ്മാൻ മീസാൻ സ്ഥാപിച്ചതിനെ കുറിച്ച് പരാമർശിച്ചു. അവിടെ അള്ളാഹു ഒരു സന്തുലിതത്വം അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ വേനലും മഴയും ശൈത്യവും അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭേദുക്കൾ ഈ ഭൂമിയുടെ നിലനിൽപ്പിനും മനുഷ്യരാശിയുടെ ഉപയോഗത്തിനും ആവശ്യമാണ്. അത് ചെറിയ ഇതുപോലും ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചത് 35 ഇനം തുമ്പികളെ കാണാനില്ല എന്നാണ്. അതൊരു വലിയ കൗതുകമല്ല, ഭയാനകമായൊരു വാർത്തയുടെ വിളംബരമാണ്. ഇന്നത്തെ പത്രം വായിച്ചവർക്കൊക്കെ അത് മനസ്സിലാവും. ഇവിടെ ജീവജാലങ്ങൾ നിലനിൽക്കാൻ കഴിയാത്തത്ര അസഹ്യമായ സാഹചര്യത്തെ, കാലാവസ്ഥയെ നേരിടുന്നുണ്ട്. സൂറത്തു റൂമിൽ അതിൻ്റെ ഒരു കാരണം പറഞ്ഞപ്പോൾ, സൂറത്തു റൂമിൽ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിൽ താളക്രമം തെറ്റിയത്, കുഴപ്പമുണ്ടായത്, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത്. കടലിലും താളങ്ങൾ തെറ്റിയത്. കടൽ മത്സ്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടാവും. ഓരോ സന്ദർഭത്തിലും അതിൻ്റെ വാർത്തകൾ നമ്മുടെ മുൻപിലെത്താറുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ദോഷങ്ങൾ നിമിത്തമാണ് കരയിലും കടലിലും കാലാവസ്ഥകളുടെ വ്യതിയാനം സംഭവിക്കുന്നത്. ഈ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുന്നത് മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നദികളെക്കുറിച്ചും കുളങ്ങളെക്കുറിച്ചും പുഴകളെക്കുറിച്ച് സമുദ്രങ്ങളെക്കുറിച്ച് കായലുകളെക്കുറിച്ച് 2/3 ഭാഗം ജലം
നിറഞ്ഞു കിടക്കുന്നതിൻ്റെ ഒരു ഭാഗത്താണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയുള്ളത്. ഇതെല്ലാം ഭൂമിയുടെ സസ്യാദികളും ജീവനും മനുഷ്യ ജീവനും നിലനിൽക്കുന്നതിന് ഇതെല്ലാം ആവശ്യമാണ്. അപ്പൊ നമ്മൾ ത്വര മൂത്തിട്ട് ജീവിതാസക്തിയിൽ ഭ്രമം ഉണ്ടാവുകയും എങ്ങനെയും ആസ്വദിച്ച് ജീവിക്കണമെന്ന ചിന്ത നാഗരിക സമൂഹത്തിൽ വളർന്നപ്പോൾ സംഭവിച്ച ദോഷവശങ്ങൾ കുളങ്ങൾ മാത്രമല്ല നിവർത്തിയത്, അത് നദികളും ചെറിയ ചെറിയ തോടുകൾ, പാടങ്ങൾ, അങ്ങനെ ജലാശയങ്ങൾ എവിടെയെല്ലാം ഉണ്ടായോ അതെല്ലാം നമ്മൾ തകർത്ത് കളഞ്ഞു. ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഹിമാലയത്തിന്റെ ധർമ്മം പഠിപ്പിക്കുന്നുണ്ട്. അഥവാ വലിയ വലിയ പർവ്വതങ്ങൾ എന്തിന് എന്നതിന്. അത് വലിയ കാലവർഷക്കെടുതിയെ തടഞ്ഞു നിർത്തും, കാറ്റിനെ നിയന്ത്രിക്കും എന്നൊക്കെ 2ലും 3ലും 4ലും ഒക്കെ പഠിപ്പിച്ചിരുന്നു മുൻപ്. അപ്പൊ അതൊരു പ്രധാന ധർമ്മമാണ്. അവ തകർത്തു എന്ന് മാത്രമല്ല, അത് ദിനേന ലക്ഷക്കണക്കിന് ടൺ കല്ലുകളും മണ്ണുകളും ചരലുകളും എല്ലാം നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. പലതും പടുത്തുയർത്താനാണ്. അങ്ങനെ ഈ വലിയ സൂറത്ത് ആഷിയയിൽ ചോദിച്ചത് വൈലൽ ജിബാലി കൈഫ നുസിബത്ത്, നിങ്ങൾ പർവ്വതങ്ങളെ നോക്കുക, എങ്ങനെയാണ് നാം അത് സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്ത് പർവ്വതങ്ങൾ മാത്രമല്ല, അത് ഈ വിസ്തൃതമായ ഭൂമിയിൽ അത് വളരെ ക്രമപ്രവൃദ്ധമായ നിലയിലാണ് പർവ്വതങ്ങളെ അല്ലാഹു സ്ഥാപിച്ചത് എന്നർത്ഥം. അതാണ് നമ്മളെ ഇടിച്ച് പൊളിച്ച് തകർത്ത് നമ്മൾ നാഗരികത കെട്ടിപ്പൊക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ കരയിലും തകരാറായി, കടലിലും തകരാറായി. ബിമാ കസബത്ത് ഐദിന്നാസ് ലിയുദീഖഹും ബഅലല്ലദീ അമിലു. ആയത്തിന്റെ പിന്നെ തുടരുന്ന വാക്ക് വളരെ ഗൗരവമാണ്. അവർ ആസ്വദിക്കുന്നതിന് വേണ്ടി, അവരെല്ലാം അനുഭവിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ഫലം അവർ നുകരാൻ വേണ്ടിയാണ്. എന്തിൻ്റെ? അവർ പ്രവർത്തിച്ച പ്രവർത്തികളുടെ തിക്തതകൾ. അത് ഈ പറഞ്ഞ എല്ലാ ജലാശയങ്ങളും ഇല്ലാതാക്കി, നദികളും പുഴകളുടെയും ഒഴുക്കുകൾ ഇല്ലാതാക്കി, അങ്ങനെ ഏതെല്ലാം നിലയിലാണോ ദ്രോഹിക്കാവുന്നത് അതെല്ലാം നമ്മൾ ചെയ്യുകയാണ്. പർവ്വതങ്ങൾ എത്രയോ ഭീമമായ രീതിയിലാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ അവർ പ്രയത്നിച്ച, പ്രവർത്തിച്ച, അവര് നിർവഹിച്ച പ്രവർത്തികളുടെ ഫലം അവരെ അനുഭവിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതൊരു വിഭാഗമായിരിക്കും ചെയ്യുന്നത്, പക്ഷേ മനുഷ്യവംശം മുഴുവനും അനുഭവിക്കണം, ലോകമെമ്പാടും. ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൽ മാത്രമല്ല, എല്ലാ ഭൂഖണ്ഡങ്ങളിലുമാണ്. ഇപ്പൊ ആമസോൺ വനങ്ങളിൽ അഗ്നി പൊട്ടിപ്പുറപ്പെട്ടാൽ, വേനൽ അഗ്നി തീയ് ഉണ്ടാകാറുണ്ട്, മാസങ്ങൾ നീണ്ടു നിൽക്കും. എല്ലാ അത്യാധുനിക സജ്ജീകരണത്തോടെ അത് നിയന്ത്രിക്കാൻ എത്ര വലിയ ശ്രമം ലോകരാഷ്ട്രങ്ങളുടെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങൾ എല്ലാ കഴിവും ഉപയോഗിച്ചാലും 6-8 മാസമൊക്കെ ഉപയോഗിക്കുന്നത് അഗ്നി എടുത്താൽ അത് ഉണ്ടാക്കിയെടുക്കുന്ന താപത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. നമ്മൾ മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലിയുദീഖ ബഅലല്ലദീ അമിലു, അവരിൽ കുറച്ച് ആളുകളുടെ പ്രവർത്തന ദോഷത്തിൻ്റെ തിക്തത അവരെല്ലാവരും അനുഭവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിലും ലഅല്ലഹും യർജിഊൻ, അവർ ആ ജോലിയൊക്കെ നിർത്തി മടങ്ങിയെങ്കിലോ. ഒരു ക്രമമായൊരു ജീവിതക്രമത്തിലേക്ക് മനുഷ്യർ മടങ്ങി വരാതെ ഇതിന് വലിയ മാറ്റമൊന്നുമില്ല എന്നാണ്. സൂറത്ത് അന്നാമില് അള്ളാഹു വളരെ കൃത്യമായി പറയുന്നൊരു വാക്കുണ്ട്. 6-ാമത്തെ ആയത്താണ്. അലം യറൗ കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ മക്കന്നാഹും ഫിൽ അർളി മാ ലം നുമക്കിൻ ലക്കും
وأرسلنا السماء عليهم مدرارا وجعلنا الأنهار تجري من تحتهم فأهلكناهم بذنوبهم وأنشأنا من بعدهم قرنا آخرين. എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു അതിൻ്റെ കാരണം വ്യക്താക്കിയത്. അലം യറവു, അവർ അവരുടെ ജീവിതകാലത്ത് മനുഷ്യവംശത്തിൻ്റെ ഈ ഭൂതലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ജീവിതം, വളർച്ച, അവരുടെ കഠിനാധ്വാനങ്ങൾ, അവരുടെ പ്രാരാബ്ധതകൾ, അവരുടെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, അവരഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ, ഇതൊക്കെ അവർക്ക് നോക്കിക്കാണാം. അങ്ങനെയാണ് മാനവ ചരിത്രം ഉൾക്കൊള്ളുന്ന ആശയം. എന്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കാത്തത്, കാണാത്തത്? കം അഹ്ലക്ന മിൻ ഖബ്ലിഹിം, അവർക്ക് മുൻപ് നാം എത്രയോ, മിൻ ഖർനിൻ, എത്രയോ തലമുറകളെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലും ഭാഗങ്ങളിലും ഈ ഭൂതലത്തിൽ നാം നശിപ്പിച്ചിരിക്കുന്നു. മക്കന്നാഹും ഫിൽ അർളി മാ ലം നുമക്കിൻ ലക്കും, നിങ്ങൾക്ക് ചെയ്തു തരാത്ത സൗകര്യങ്ങൾ അവർക്ക് നാം ചെയ്തു കൊടുത്തിരുന്നു. ഭൂമിയിൽ അവർക്ക് നാം സൗകര്യം ധാരാളമായി കൊടുത്തു. അവര് തന്നെ പ്രതീക്ഷിക്കാത്ത നിലയിലാണ് അവരുടെ ജീവിതാസ്വാദന കാര്യങ്ങളെല്ലാം വളർത്തിയത്. നിങ്ങൾക്ക് പോലും അതില്ല. ഇത് നബിയുടെ ഉമ്മത്തുകളോടാണ് ഇപ്പൊ ഈ പറയണത്, നബിയുടെ അനുചരരോട്. നിങ്ങൾക്ക് ചെയ്തു തരാത്ത ഭൗതിക ജീവിത സുഖ സൗകര്യങ്ങൾ നാം അവർക്ക് നൽകി. വഅർസൽന സമാ അലൈഹിം മിദ്റാറ, അവർക്ക് തുടർച്ചയായ മഴ നാം വർഷിപ്പിച്ചു. വജഅൽനൽ അൻഹാറ തജ്രി മിൻ തഹ്തിഹിം, അവരുടെ പാർശ്വങ്ങളിലെല്ലാം യഥേഷ്ടം നദികൾ ഒഴുകി. ഇത്രയും സൗകര്യങ്ങളിൽ ജീവിച്ച തലമുറകൾ ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം, അവരിൽ വർദ്ധിച്ചു വന്ന പാപങ്ങളുടെ കാരണത്താൽ നാം അവരെ ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഖുർആൻ വളരെ കൃത്യമായൊരു മറുപടി പറയുക. വലിയ സൗകര്യങ്ങൾ നിങ്ങൾക്ക് തരാത്തത് പോലും നാം അവർക്ക് നൽകിയിരുന്നു. ഇപ്പൊ യമനിലെ സബഅ രാജ്ഞിയുടെ ആ പ്രദേശത്തെ ഖുർആൻ വർണ്ണിച്ചപ്പോൾ ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം മായ, സബഅ നിവാസികൾ അവരുടെ വാസസ്ഥലവും ഭൂതലവും എല്ലാവർക്കും ഒരു പാഠവും ദൃഷ്ടാന്തവും തെളിവുമാണ്. അത് ഖുർആൻ എന്നിട്ട് സൂറത്ത് സബയിൽ അത് വിവരിക്കുന്നുണ്ട്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം മായ ജന്നത്താനി അൻ യമീനിൻ വശിമാൽ, തെക്കും വടക്കും വലത്തും ഇടത്തുമെല്ലാം ഇടതൂർന്ന് സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂപ്രദേശം, സസ്യങ്ങൾ കൊണ്ട്. ആ ഭൂപ്രദേശത്തെയാണ് നശിപ്പിച്ചത്. ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം, അവരിലുള്ള പാപങ്ങൾ നിമിത്തം നാം അവരെ നശിപ്പിച്ചു. വഅൻശഅനാ മിൻ ബഅദിഹിം ഖർനൻ ആഖിരീൻ, അവർക്ക് ശേഷം നാം വേറൊരു തലമുറയെ ഭൂമിയിൽ കൊണ്ടുവന്നു. ഇതാണ് സൂറത്ത് അൻആം. അപ്പൊ ഇവിടെ അള്ളാഹു വളരെ കൃത്യമായൊരു കാരണം പറഞ്ഞു. മനുഷ്യർ സ്വാർത്ഥ താല്പര്യം, ചിന്ത, ആഗ്രഹം, അവരവരുടെ ജീവിത സൗകര്യം, അവരവരുടെ ജീവിതാസക്തിയിൽ നിർവൃതി അടയാനുള്ള ഓട്ടങ്ങളും മത്സരങ്ങളും, എല്ലാവിധ അക്രമവാസനകളും, എല്ലാവിധ ക്രൂരതകൾ അതിഭയാനകമാണ്. മനുഷ്യരുടെ പാപകരമായ ജീവിത രീതി പരിശോധിച്ചാൽ കൊല്ലും കൊലയും കൊള്ളയും വർഗീയതയും ഭവനഭേദനങ്ങളും പൂർവകാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ക്രമത്തിൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, അതിദാരുണമായും ക്രൂരമായും അവരെ കൊന്ന് കുഴിച്ചു മൂടുന്നു, അല്ലെങ്കിൽ കത്തിച്ചു കളയുന്നു. ഇതൊന്നും യാതൊരു ഭാവഭേദവും മനുഷ്യരുടെ ജീവിതത്തിലില്ല. എല്ലാം കാഴ്ചക്കാർ മാത്രമാണ്, നോക്കി നിൽക്കുകയാണ്. ആരും ഒന്നും ചെയ്യാറില്ല, ഒന്നും മിണ്ടാറില്ല.
ഇതെല്ലാം പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരാണ്. ലോകത്ത് 2 രാജ്യങ്ങളിൽ സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഒരുമിച്ച് കൂടിയ 2 സ്ക്വയറുണ്ട്. ഒന്ന് ഈജിപ്തിലെ ചത്തുരമാണ്, മറ്റൊന്ന് ചൈനയിലാണ്. ഇത് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഏതൊരുവിധ അതിക്രമത്തെയും നേരിടാനുള്ള മാനുഷികമായ തൻ്റെ ഇടവും ശക്തിയും കൂട്ടായ്മയും രൂപപ്പെടുത്തണമെന്നാണ്. പ്രതികരണശേഷി വർദ്ധിക്കണമെന്ന്. അപ്പൊ കളവ്, വഞ്ചന, പൂഴ്ത്തിവയ്പ്, കൈക്കൂലി, സ്വജന പക്ഷപാതം, അങ്ങനെ നിങ്ങളവിടെ എണ്ണിയാൽ മദ്യപാനം, ചൂതാട്ടം, 2 മുസ്ലിം നാമങ്ങളാണ്. ഒരു പെൺകുട്ടിയും ഒരു പുരുഷനും 3.5 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചത്. 2 മുസ്ലിംസാണ്. ഞാൻ പറയുന്നത് ഏതെല്ലാം നിലയിലുള്ള തോന്നിയവാസ ജീവിതമുണ്ടോ, തിന്മകൾ മാത്രം നിറഞ്ഞത്, അത്തരം പാപങ്ങൾ ഒരു സമൂഹത്തിൽ വളർന്നാൽ അവരനുഭവിക്കേണ്ട 2 തിക്തതകളിൽ ഒന്ന് പ്രകൃതിക്ഷോഭമാണ്, 2 കഠിനമായ വരൾച്ചയായിരിക്കും. അത് 1500 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ഈ അറബികളുടെ മുൻപിലാണ് അത് പഠിപ്പിച്ചത്. വ്യഭിചാരം വർദ്ധിച്ചാൽ, മദ്യപാനം വർദ്ധിച്ചാൽ, ചൂതാട്ടം വർദ്ധിച്ചാൽ, കുടുംബബന്ധം വിച്ഛേദിച്ചാൽ, മനുഷ്യരക്തം ചിന്തിയാൽ ഈ ലോകത്ത് എന്തുണ്ടാകും എന്ന് അള്ളാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞതാണ്. ഇതിനൊരു പരിഹാരം എന്താണ്? അത് ഖുർആൻ ഇവിടെ പറഞ്ഞത്, അത് നിങ്ങളുടെ കൈകൾ നിങ്ങൾ നിയന്ത്രിക്കണം, നിങ്ങളുടെ നാവുകൾ നിങ്ങൾ നിയന്ത്രിക്കണം, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സംശുദ്ധമാക്കാൻ വേണ്ടി കഠിനയത്നം നടത്തണം. ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ വലിയ വിസ്തൃതമായ കാര്യങ്ങൾ ഖുർആൻ ഒരുപാട് ആയത്തിൽ വിവരിക്കുന്നുണ്ട്. നാം അങ്ങോട്ട് പോകാൻ സമയമില്ല. അല്ലാഹുല്ലദീ യുർസിലു റിയാഹ, കാറ്റുകൾ, മന്ദമാരുതനെ അവൻ നിയോഗിക്കുന്നു, അയക്കുന്നു, കാറ്റുകളെ അയക്കുന്നു. ഫതുസീറു സഹാബൻ, എന്നിട്ട് ആ കാറ്റുകൾ കാർമേഘങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ്. ഫയബ്സുതുഹു ഫിസ്സമായി കൈഫ യശാ, ആകാശലോകത്ത് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ കാർമേഘങ്ങളെ വിന്യസിക്കും. വയജഅലഹു കിസഫൻ ഫതറ അൽ വദ്ക യഖ്റുജു മിൻ ഖിലാലിഹി, വലിയ ഈ ഓരോ കാർമേഘ പാളികളും ഖനീഭവിച്ച് അത് വിള്ളലുകൾക്ക് വിധേയമായി ചിതറി അതിനിടയിൽ നിന്ന് ആലിപ്പഴം പോലെ ഇവിടെ വെള്ളം, ജലം ഉണ്ടാകുന്നു. യഖ്റുജു മിൻ ഖിലാലിഹി വഇദാ അസാബ ബിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ ദാസന്മാർക്ക് അത് ലഭ്യമായാൽ ഇദാഹും യസ്തബ്ശിറൂൻ, ഒരു നല്ല മഴ ലഭിച്ചാൽ എല്ലാവരും സന്തുഷ്ടർ. ആ വാക്കിന്റെ പ്രയോഗ രീതിയാണ് അറിയേണ്ടത്. എല്ലാവരും ഇങ്ങനെ ദാഹിച്ച് പൊരിഞ്ഞ് ആകെ മേലോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു മഴ പെയ്യുന്നത്. അപ്പൊ ആളുകളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല, എല്ലാവരും സന്തോഷിക്കുന്നു. വൈൻ കാനൂ മിൻ ഖബ്ലി അൻ യുനസ്സല അലൈഹിം മിൻ ഖബ്ലിഹി ലമുബ്ലിസീൻ, ഇതിനു മുൻപ് അവർക്ക് മഴ ലഭിക്കാതിരുന്നത് പോലെ. അപ്പൊ അവർ വളരെ വിഷണ്ണരായി മാറും, ദുഃഖിതരായി മാറും. മഴ ലഭിച്ചു കഴിയുമ്പോൾ വലിയ സന്തുഷ്ടരായി തീരും. ഫൻളുറു, ഇനി നിങ്ങൾ ആലോചിക്കണം. ഇലാ ആസാരി റഹ്മത്തില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പ്രതിഫലനം. കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, ഭൂമി നിർജീവമായൊരു ഭൂമിയെ എങ്ങനെ സജീവമാക്കി അള്ളാഹു മാറ്റുന്നു. ഇന്ന ദാലിക ലമുഹ്യിൽ മൗത, അത് മനസ്സിലാക്കിയാൽ അള്ളാഹു ഇനിയും നിങ്ങളെ ജീവിപ്പിക്കും എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുറ്റവനാണ്. വലഇൻ അർസൽനാരീഹൻ, ഇനി നാം ഒരു കാറ്റയക്കുകയാണ്, കാറ്റിനെ അയക്കുന്നു. ഫറഔഹു മുസ്ഫറ, അവരുടെ കൃഷിയിടങ്ങളെല്ലാം മഞ്ഞളിച്ചു പോയി, കാറ്റ് വീഴ്ചയുണ്ടായി. അതിന്റെ ശക്തി കൊണ്ട് തന്നെ ലളല്ലു മിൻ ബഅദിഹി യക്ഫുറൂൻ, അപ്പോഴും അവർ നന്ദികേട് കാണിക്കുകയാണ്. ഏറ്റവും വലിയ വലിയ തിന്മ അതാണ്.
ഒരു വലിയ അനുഗ്രഹം ആസ്വദിച്ചത് കിട്ടിയിട്ടും പിന്നീട് ഒരു ചെറിയ ജീവിതത്തിലൊരു പരീക്ഷണം വന്നാൽ മതി, നന്ദികേടിലാണ് ജനം. വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിലെ ഒരായത്താണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. ഞാൻ സൂചിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ശക്തമായ വരൾച്ചയുണ്ടായി. കാലികളൊക്കെ ചത്തു വീണു, ഒട്ടകങ്ങളൊക്കെ എഴുന്നേൽക്കുമ്പോൾ മറിഞ്ഞു വീഴുന്ന അവസ്ഥ. അവരുടെ കുഞ്ഞു കുട്ടികൾക്ക് വരെയും വെളിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത ശോഷിച്ച ജീവിതാവസ്ഥ, ദാരിദ്ര്യം, പട്ടിണി, വരൾച്ച, ഒരു ഭക്ഷണ വസ്തുക്കളും ഉണ്ടാക്കാൻ കഴിയാത്ത വിധം ഗോതമ്പ് വരെയും കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ സഹാബികൾ വെള്ളിയാഴ്ച നബിയെ അടുത്തു എന്ന് പറഞ്ഞല്ലോ, ഇതാണ് അവസ്ഥ, അവിടെ നിന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം വേണം. ഇനി ആ പരിഹാരത്തെ കുറിച്ച് പറഞ്ഞാൽ ഈ വിഷയം ഇവിടെ വച്ച് തീരുകയാണ്. അതിനകത്ത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതി, എന്താണ് നബിയുടെ ഒരു പരിഹാരം. പരിഹാരം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും മൈതാനിയിൽ ഒരുമിച്ച് കൂടണം. അതിനകത്ത് ജാതിയും മതവും കക്ഷിയും പാർട്ടിയും ഒന്നുമില്ല, എല്ലാവരും വരണം. കേരളത്തിൽ നടക്കുമോ? കേരളത്തിൽ നടക്കുമോ? നിങ്ങളൊരു പരിപാടി വിളിച്ചാൽ നിങ്ങളുടെ 4-3-7 ആൾ ചെല്ലും. അങ്ങനെയുള്ള അവസ്ഥ. വേറൊരാൾ വിളിച്ചാൽ അവിടെ അവരുടെ 2-3-5 പേരുണ്ടാവും. ഇതല്ലേ ഉള്ളത്. നബി പറഞ്ഞത് അതല്ല. ഒരു മൈതാനിയിൽ ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ ഒരുമിച്ച് കൂടണം. അവരുടെ വളർത്തു മൃഗങ്ങളെല്ലാം കൊണ്ടുവന്ന് അവിടെ കെട്ടിയിടണം. 3 ദിവസം അവർ നോമ്പനുഷ്ഠിക്കട്ടെ. ഷെയ്ഖ് മഖ്ദൂം തങ്ങൾ എഴുതുകയാണ്, അവരെല്ലാവരും പരമാവധി സ്വതക്ക ചെയ്യട്ടെ, ധർമ്മം ചെയ്യട്ടെ എന്ന്. അതിന് വലിയ വിഷമമുള്ള കാര്യമാണത്. പരമാവധി സദക്ക ചെയ്യണം. എന്നിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. പടച്ചവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം, ചെറിയൊരു ഹ്രസ്വമായ ഖുതുബ അതിൽ പ്രാർത്ഥിച്ചു. അത് സ്വലാത്തുൽ ഇസ്തിസ്ഖാ. ഇന്ന് നമ്മൾ മദീന പള്ളിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരെ ആ പള്ളി വലുതാക്കിയപ്പം മുറ്റത്തോട് ചേർന്നായി എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മസ്ജിദുൽ ഹമാം നമുക്ക് കാണാം. നബി ദുആ ചെയ്തതാണ്, നമസ്കാരം നിർവഹിച്ചതാണ് മഴയ്ക്ക് വേണ്ടി. ആ കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടി, അതാണ് ആ കാർമേഘങ്ങളുടെ രീതിയിലാണ് ആ പള്ളി പണിതേക്കണം. അതിശക്തമായ മഴ തുടങ്ങി. ആ മഴ തുടർന്നുകൊണ്ടേയിരുന്നു. അതൊരുപാട് ആയത്തുകളിൽ പിന്നീട് ഈ എന്തുകൊണ്ടാണ് മഴയുടെ ലഭ്യത കുറവ്, ഇനി ഉണ്ടായാൽ അത് കൂടിയിട്ട് മനുഷ്യന് നാശമുണ്ടാവുക, പ്രകൃതിക്ഷോഭങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു, അത് ഖുർആൻ സൂറത്ത് അൻആമിൽ പറഞ്ഞതാണ്. ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ കൊണ്ട് നാം അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇനി അവർ പരസ്പരം അവരിൽ ചിലരുടെ ജീവിത രീതിയിലെ തകരാറ്. ഇപ്പൊ വളർന്നു വരുന്ന യുവതി-യുവാക്കൾ അവരുടെ തെറ്റായ അനിയന്ത്രിതമായ പരിധി വിട്ട, രാത്രി ഉറങ്ങാറില്ലല്ലോ പെൺകുട്ടികൾ പോലും. അറബ് നാഗരികത നേടിയ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ രാത്രി മുഴുവൻ പകലാണ്. എന്താ ഇത് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പകൽ കച്ചവടം നടക്കാനായിട്ടല്ല ഇത്. അപ്പൊ നമ്മുടെ നാട്ടിൽ പോലും വളർന്നു വരുന്ന യുവതി-യുവാക്കൾ ഉറങ്ങാറില്ല. രാത്രിയാണ് അവർ ചായ കുടിക്കാൻ പോണത്, രാത്രിയാണ് ഐസ്ക്രീം കഫേ പോണത്, അങ്ങനെ വേറെ എന്തൊക്കെയോ പേരുകളൊക്കെ പറയും. ഇതാണൊരു അവസ്ഥ, ഒരു അനിയന്ത്രിത ജീവിത രീതിയാണ്. ആ ജീവിത രീതിയിൽക്കൊരു മാറ്റം വരാതെ മനുഷ്യർ സ്വയം മാറുകയല്ല, മാറ്റിയെടുക്കാൻ സമൂഹം ശ്രമിക്കാതെ വന്നാൽ നാം അവരെ ഒന്നുകിൽ കാലവർഷമാണെങ്കിൽ അപ്പോൾ അതായിരിക്കും നാശത്തിന്റെ കാരണം, അല്ലെങ്കിൽ വേനൽക്കാലമാണെങ്കിൽ വരൾച്ചയുടെ കാരണം അതായിരിക്കാം. ഇപ്പൊ പൊള്ളലേറ്റ് ഇന്നും ഇന്നലെയൊക്കെ മരിച്ചിട്ടുണ്ട്, ഇത് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം, ഖുർആനിന്റെ ആഹ്വാനം, അള്ളാഹു എല്ലാ അംബിയാ മുർസലുകളിലൂടെയും ആവശ്യപ്പെട്ട ഈ ദൗത്യം നാം ഏറ്റെടുക്കുക. അള്ളാഹു നമുക്ക് സമൃദ്ധമായ മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.